നിലമ്പൂരിൽ വെൽഫെയർ പാർട്ടി പിന്തുണ വിവാദമാക്കാനുള്ള CPM നീക്കത്തിന് മറുപടിയുമായി UDF. 3 പതിറ്റാണ്ടോളം CPM ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ജമാഅത്തെ പിന്തുണയെ 2006-ലും മറ്റും CPM സ്വാഗതം ചെയ്തിട്ടുണ്ട്. UDFന് പിന്തുണ നൽകിയപ്പോഴാണ് CPMന് ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയായതെന്നും സതീശൻ പറഞ്ഞു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്തും CPMനെ സഹായിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മറുപടി നൽകി. ലീഗിന്റെ ഉൾപ്പെടെ മാസ്റ്റർ ഹെഡായി പ്രവർത്തിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും MP ഗോവിന്ദൻ ആരോപിച്ചു. അവര് 2019 ശേഷമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഭരണം വർഗീയതയെ തോൽപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത്. അപ്പോൾ AKG സെന്ററിൽ ഇരുന്നപ്പോൾ CPMന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദിയാണ്. CPMന് പിന്തുണ പിൻവലിച്ച് UDFന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദിയാണ്. ഇതാണ് സ്ഥിരപരിപാടി. ഇനി ജമാഅത്തെ ഇസ്ലാം ഈ വെൽഫെയർ പാർട്ടിയും UDFന് പിന്തുണ കൊടുത്തതിനാണ് CPMന് വിഷമം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ടും അതുപോലെ എല്ലാ തീവ്രവാദ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് UDF നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ഞാനതിനെ മഴവിൽ സഖ്യമെന്ന് ഞങ്ങൾ പൊതുവെ പറയുന്നത്. എല്ലാ മേഖലയിലുള്ള വർഗീയവാദികളെയും കൂട്ടിച്ചേർത്തിട്ടാണ്. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും ആ കൂട്ടുകെട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിലമ്പൂർ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് CPMുമായിട്ട് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവും. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, അടുത്ത ഘട്ടത്തിലേക്ക് പ്രചാരണം കടന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ്. പിന്തുണകൾ, ചില സംഘടനകളുടെ പിന്തുണകൾ രണ്ട് മുന്നണികളെയും സംബന്ധിച്ച് വലിയ ബാധ്യതയാകുന്ന തരത്തിൽ, ഇല്ലെങ്കിൽ വോട്ടിൽ തന്നെ വലിയ പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറുന്ന കാഴ്ച കൂടി നിലമ്പൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് UDF LDF തമ്മിലുള്ള ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും? വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്ന എല്ലാ ഘട്ടത്തിലും, അത് 2019 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെയും CPM സമാനമായ ആരോപണവുമായിട്ടാണ് രംഗത്ത് വന്നത്. വർഗീയ പാർട്ടികളുമായി കൂട്ടുചേരുന്നുള്ള ആരോപണം അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഇന്നും ആവർത്തിച്ചിട്ടുണ്ട്. അതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ, അതായത് 2009 മുമ്പുള്ള 2006-ലും മറ്റുമൊക്കെ പല തവണകളായി CPMന് ജമാഅത്തെ ഇസ്ലാമി എന്ന നിലയിൽ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചതും ആ പിന്തുണയെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെ അംഗീകരിച്ചതും സ്വാഗതം ചെയ്തതും ആ സംഘടനയെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതൊക്കെ ഓരോന്നും പ്രസ്താവനകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വി.ഡി. സതീശൻ മറുപടി പറഞ്ഞത്. അതായത് 3 പതിറ്റാണ്ടോളം CPMന് അല്ലെങ്കിൽ LDFന് പിന്തുണച്ച പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അത് UDFന് 2009 മുതൽ പിന്തുണ നൽകുമ്പോൾ, വെൽഫെയർ പാർട്ടി എന്ന നിലയിൽ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് അവർ വർഗീയ കക്ഷിയായി മാറിയത്. ഇത് ഓന്തിനെ പോലെ നിറം മാറുകയാണ് CPMും LDFും ചെയ്യുന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ LDFനൊപ്പം നിന്നൊരു പാർട്ടി ഇപ്പോൾ UDFനെ പിന്തുണയ്ക്കുമ്പോൾ അതിനെ ഞങ്ങൾക്ക് അതിനെ വേറെ തരത്തിൽ കാണേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണ നിരുപാധികമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പിന്തുണ സ്വീകരിക്കുന്നതായാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്ന് പറഞ്ഞത്. അത് സംബന്ധിച്ചുള്ള ഓരോ സമയത്ത് പിന്തുണ നൽകിയപ്പോൾ പിണറായി വിജയനും മറ്റു നേതാക്കളും പാലോളി മുഹമ്മദ് കുട്ടി, അതോടൊപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ, ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നടത്തിയ പ്രസ്താവനകളും അതിന്റെ തീയതികൾ ഉൾപ്പെടെയുള്ള എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വി.ഡി. സതീശൻ വാർത്താ സമ്മേളനം നടത്തിയത്. UDFന് വെൽഫെയർ പാർട്ടി നൽകിയ പിന്തുണയുടെ പേരിൽ രാഷ്ട്രീയമായി ആക്രമിക്കാൻ ശ്രമിച്ചാൽ കൃത്യമായി തന്നെ മറുപടി നൽകും എന്ന രീതിയിലാണ് ഇന്ന് വി.ഡി. സതീശൻ വാർത്താ സമ്മേളനം നടത്തി. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിവാദം ഉണ്ടാവുന്നത്, ഈ ഒരു വിവാദം എന്തായാലും സ്വാഭാവികമായിട്ടും ചർച്ചകളോടെ മുന്നോട്ട് പോകും. എന്തായാലും വെൽഫെയർ പാർട്ടിയുടെ അണികളിലെ പ്രവർത്തനം, അല്ലെങ്കിൽ അണികളുടെയിൽ തന്നെ പലതരത്തിലുള്ള, അല്ലെങ്കിൽ അണികൾ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള അവരുടെ പിന്തുണ സംബന്ധിച്ച് നിലമ്പൂരിൽ പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് PV അൻവർ ക്യാമ്പ് ഇക്കാര്യത്തിൽ അവർക്ക് പിന്തുണ, വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ പിന്തുണ അവർക്ക് ലഭിക്കുന്നുള്ള രീതിയിൽ പ്രചരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് പരസ്യമായി തന്നെ UDFന് പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അതിൽ അവർ സമയത്തുള്ള അത് ഗുണകരമാകും എന്നുള്ള വിലയിരുത്തലാണ് UDFനുള്ളത്. അതോടൊപ്പം തന്നെ CPM ഉയർന്ന ആരോപണത്തിന് അവരുടെ മുൻകാല ബന്ധങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള മറുപടികളുമായി മുന്നോട്ട് പോകാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ തവണത്തെ പോലെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഒരു ആയുധമാക്കാൻ, UDFനെതിരെ ഒരു ആയുധമാക്കാൻ CPM ശ്രമിക്കുന്നു. അതിനെ പ്രതിരോധിക്കുന്ന UDFന്റെ കാഴ്ചയുമാണ് നമ്മൾ ഇന്നും കണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ സംബന്ധിച്ചുള്ള പ്രസ്താവനകളും മറ്റുമൊക്കെ തുടർ പ്രസ്താവനകളും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.